ശരണ്യ കോവക്ക പറിക്കാൻ മേളിൽ കയറിയ അങ്ങനെ കോവയ്ക്ക പറിച്ചോണ്ടിരിക്കുക. ഇത് കണ്ടോ, നമുക്ക് ഒത്തിരി കോവയ്ക്കുണ്ട്. കുറേയൊക്കെ പഴുത്തു പോയല്ലേ ശരണ്യ? അപ്പോൾ അങ്ങനെ പറിച്ചോണ്ടിരിക്കുകയാണ്. നമ്മുടെ അച്ഛനും പറിച്ചോണ്ടിരിക്കണം. ഒത്തിരി ഉണ്ട് കണ്ടോ കോവയ്ക്ക. നമ്മുടെ അച്ഛൻ പറിച്ചോണ്ടിരിക്കണുണ്ട്. ശരണ്യ സൂക്ഷിച്ചൊക്കെ നിൽക്കണേ. അച്ഛനും മകളും സൂക്ഷിച്ചൊക്കെ നിന്ന് പറിക്കുക. ശരണ്യ നമുക്കിത് അച്ചാറിട്ടാലോ? കോവയ്ക്ക അച്ചാർ എങ്ങനെ ഇടുന്നൊന്നും അറിയാൻ മേല. നമുക്ക് പരീക്ഷിച്ച് നോക്കാം അല്ലേ? നമുക്ക് ഇത്ര കോവയ്ക്ക പറിച്ചത് കിട്ടിയത് കണ്ടോ, നല്ല നാടൻ കോവയ്ക്ക. നമുക്ക് എന്താ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അച്ചാറിട്ടാലോ. അപ്പൊ നമുക്ക് ഷിജി ചാന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് അച്ചാറിന്റെ വീഡിയോയിലേക്ക് പോയാലോ? അപ്പൊ ഞാൻ പറഞ്ഞ പോലെ അച്ചാർ തന്നെ ഇടാന്ന് വെച്ച് ഞാൻ തീരുമാനിച്ചു. അപ്പൊ നമുക്ക് അച്ചാർ ഇട്ടേക്കാം അല്ലേ? കൂട്ടുകാരത്തെ കോവയ്ക്ക ഞങ്ങൾ പറിച്ചെന്ന് വന്നപ്പോഴത്തെ അമ്മ അതെ മുളക് പൊടിയിലേക്ക് പൈനാപ്പിൾ വെച്ചു. ആഹാ, നല്ല അടിപൊളിയായിരിക്കും അല്ലേ? സൂപ്പർ പൈനാപ്പിളാണ്. എല്ലാരും ഒരു കഷ്ണം എടുത്ത് കഴിച്ചു നോക്കി. എടുക്കമ്മ ആണല്ലേ? അടിപൊളിയാണല്ലേ? ഇതൊക്കെ അങ്ങനെ കോവക്ക കഴിച്ച് വിഷമിച്ചേനെ അമ്മ ചെയ്തു കൊടുത്തതാണല്ലേ? ആഹാ, ഒന്ന് കഴിക്കട്ടെ. അപ്പൊ കൂട്ടുകാരെ, എന്നിട്ട് ബാക്കി പാചകത്തിലായിട്ട് പോകുന്നുണ്ട്. ആ കഴിക്കാം. അതെ, അത് കാരണം എത്രയും പെട്ടെന്ന് വീഡിയോ കട്ട് ചെയ്തേച്ച് ഞാനെന്തേ വരുന്നു. ആ ശരണ്യ കോവക്ക മെഴുക്ക് വരട്ടി എന്നും പറഞ്ഞു വന്നിട്ട് ഇപ്പൊ എന്താണ് കോവയ്ക്ക അച്ചാറ്? ആഹാ, എന്നിട്ട് ഇപ്പൊ പയറാണല്ലോ ഇത് കാണുന്നത്. നമുക്ക് പയർ തോരൻ വെക്കാൻ വേണ്ടി ആണോ? അപ്പൊ ഇത് ഇന്ന് പയറ് തോരൻ കഴിഞ്ഞിട്ട് നമുക്ക് അച്ചാറോട്ട് പോവാം. അങ്ങനെ അതിലടിച്ചിട്ട് ഉപ്പൊക്കെ ഇട്ട് പിന്നെ നമ്മള് തോരന്റെ ഒക്കെ വീഡിയോ ഒത്തിരി കാണിച്ചിട്ടുണ്ട്. ഇന്ന് തോരനും അച്ചാറും ഒക്കെ അല്ല, പിന്നെ മത്തിയുണ്ട. നമ്മളപ്പ മത്തിയെല്ലാം കൊറേ വീഡിയോക്കകത്ത് കാണിച്ചാലും മത്തി മാത്രം കാണിക്കുന്നില്ല. ഇനി എപ്പോഴും മത്തി കാണിക്കുമ്പോ ആൾക്കാർക്ക് ഇവർക്ക് മത്തി മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതൊന്ന് പാചകം ചെയ്യുന്നിട്ട് നമുക്ക് അച്ചാറിന്റെ വീഡിയോയിലേക്ക് പോകാം. ശരണ്യ അല്ലെ, കോവക്കായൊക്കെ തിരിഞ്ഞോണ്ടിരിക്കുന്നത് നമുക്ക് മൊത്തം എടുക്കുന്നില്ല. നമുക്ക് അറിയാൻ മേലല്ലോ. ഇത് പരീക്ഷണം ചിലപ്പോ വിജയിച്ചെന്നാ നമുക്ക് ഇനി ഇടാം. വിജയിച്ചില്ലെങ്കിൽ എന്നെയും പോയി, എന്റെ കടുകും പോയി, എന്റെ വെളുത്തുള്ളി എല്ലാം പോയി. ഇത് ശരണ്യ എന്ത് ചെയ്താലും വിജയിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇതൊന്ന് വിജയിച്ച് നോക്കാം. നമ്മുടെ കൂട്ടുകാർ ചെയ്താൽ മതി. അപ്പൊ ഇതൊന്ന് അരിഞ്ഞെടുക്കട്ടെ. അങ്ങനെ കൂട്ടുകാരെ, അമ്മയും മകളും കൂടി ഞങ്ങൾ കോവക്ക അച്ചാറിടാൻ ഞങ്ങളൊരു ശരണ്യയുടെ പരീക്ഷണത്തിൽ ഞാനും കൂടി പങ്കുചേരിയല്ലേ. അവിടെ നിന്ന് ടോബിയും പറയണോണ്ട് ടോബിയും പങ്കെടുക്കാറുണ്ട്. ശരണ്യ ശരണ്യ എന്നാണ് ഞാൻ ടോബിയേ ബഹളം വെക്കാതെ ഇവരൊരു പരീക്ഷണം നടത്തട്ടെ അല്ലേ? അപ്പൊ അതെ കൂട്ടുകാരെ, ഇങ്ങനെ വെളുത്തുള്ളി പച്ചമുളക് എല്ലാം വെച്ചിട്ടുണ്ട്. കോവയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലേ? ഇഞ്ചി വേണ്ടേ? ഇഞ്ചി വേണ്ട. കൂട്ടുകാരെ, എനിക്കറിയുന്ന രീതിയിലാണ് ഞാൻ ഇടാൻ പോകുന്നത് കേട്ടാ. അപ്പൊ കൂട്ടുകാർക്ക് അറിയാവുന്നത് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം എന്റെ ശരണ്യന് അല്ലേ? അപ്പൊ ഇതിനി കടുകൊക്കെ പൊട്ടിക്കാൻ എണ്ണയൊക്കെ വേ. അങ്ങനെ ശരണ്യ അതെ കടുക് അങ്ങോട്ട് പൊട്ടിക്കാനായിട്ട് പോകുന്നു അല്ലേ? കടുക് പൊട്ടി നീങ്ങി നിന്നു. നെറ്റിക്കൊരുപാട് വീണിട്ടുണ്ട് കടുക് പൊട്ടിത്തെറിച്ചല്ലേ? അപ്പൊ കടുക് പൊട്ടി തീർന്നിട്ടുണ്ട്. ഇനി എന്താണ് പാത്രത്തിൽ ഇരിക്കുന്ന എന്നാക്കാണെന്നൊന്ന് പറഞ്ഞു മനസ്സിലാക്കി. അച്ചാർപ്പൊടി നമ്മൾ പൊടിച്ചത്. ഉലുവായിട്ട് നമ്മൾ അച്ചാർപ്പൊടി നമ്മൾ തന്നെ ചെയ്യുന്നു. ചെയ്ത അച്ചാർപ്പൊടി, പിന്നെ നമ്മുടെ മുളക് പൊടി, പിന്നെ കായപ്പൊടി, മഞ്ഞപ്പൊടി, എല്ലാ പൊടികളും ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ
പച്ചമുളകും വേപ്പില എല്ലാം ഇതിലായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ അതേ ശരണീച്ചി മഞ്ഞപ്പൊടി എടുത്ത് അങ്ങോട്ട് വെക്കുന്നുണ്ടല്ലേ? നമുക്കിത് ഇടാം. ഞാനിട്ട് തരട്ടെ, അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ചാല് നേരാ നേരത്തൊക്കെ വീണെന്ന് അത് ജലാംശം ഉണ്ടല്ലേ ശരണ്യ? വെള്ളം ഉണ്ടായിരുന്നമ്മ. അരിഞ്ഞതല്ലേ കോവക്ക? അല്ല, കോവക്ക അരിഞ്ഞെങ്കിലും കൈ കൊണ്ട് വാരി ഇടണം, അല്ലെങ്കിൽ അതിൻ്റെ ജലാംശം ഉണ്ടാവും. പൊട്ടുന്നു. ഒരു ചുമന്ന പരിപാടി ഉപ്പിടാം നമുക്ക്. ഉപ്പിട്ട് കൊടുക്കണം അല്ലേ? കണ്ടോ കോവയ്ക്ക് അതെങ്ങനെ ചെറിയ രീതിയിലാക്കിയിട്ടുണ്ട്. നമ്മൾ കുറച്ചേ എടുക്കണുള്ളെന്ന് പറഞ്ഞിട്ട് ചെയ്തു വന്നപ്പോ ഇപ്പൊ അത് അത്ര ഉണ്ടല്ലേ? ഇനി ഇതൊന്നും റെഡിയായി വരട്ടെ അല്ലേ? ശരണ്യ അല്ലേ മൂത്തില്ലേ? മൂത്തില്ലല്ലേ? അല്ലേ ഇത് അതുപോലെ തന്നെ കിടക്കുന്നല്ലോ. അപ്പൊ ഇത് മൂത്തിട്ടൊക്കെ കാണിക്കാം. അപ്പൊ ശരണ്യ അത് മൂത്ത് കാണും. ശരണ്യ ഇല്ലേ? തലാട്ട് കൊള്ളാൻ കേട്ടാ. മൂത്തോ? ഇത് മൂത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി നമ്മുടെ കായപ്പൊടി നമുക്കൊന്ന് ചേർക്കാം. ഇങ്ങനെ കായപ്പൊടി കുടഞ്ഞിട്ടണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പൊ നമുക്കിത് അച്ചാറ് പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി എല്ലാം ചേർക്കാം. നമ്മുടെ കാശ്മീരി മുളക് പൊടി എല്ലാം ഇട്ട് അല്ലേ? എല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് ഇളക്കാം. ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്ത്. ഇത് പെട്ടെന്നാണല്ലേ ഈ അച്ചാർ? അച്ചാറിന്റെ പരിപാടി പെട്ടെന്നാണ്. അപ്പൊ നമുക്ക് നമ്മുടെ വിനാഗിരി ഇച്ചിരി ഒഴിക്കണം. വിനാഗിരി. അപ്പൊ ഇത് ഓഫാക്കിയ പരിപാടി തീർന്നോ? എന്റെ ദൈവമേ പെട്ടെന്നാണല്ലേ? നമ്മൾ പറയണ പോലെ അല്ലല്ലേ? പെട്ടെന്ന് പരിപാടി. അപ്പൊ ഇനി വിനാഗിരി ഒഴിച്ചാൽ മതി. വിനാഗിരി ഒഴിച്ച് ഇച്ചിരി തണുക്കണം. തണുത്തുമ്പോ വിനാഗിരി ഒഴിച്ച് അച്ചാർ റെഡി. സത്യം പറഞ്ഞാൽ പെട്ടെന്നുള്ള പരിപാടിയാണ് അല്ലേ? നമുക്ക് ഒരു കറി ഇല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് കുറച്ച് കോവയ്ക്ക എടുത്തിട്ട് ഒരു അച്ചാർ, കുറച്ച് ഇഷ്ടമില്ലാത്തവർക്ക് അച്ചാർ ഇടാം, അല്ലെങ്കിൽ ഉപ്പിലിടാം. കോവയ്ക്ക കൊണ്ട് അങ്ങനെ പല രീതിയിൽ ചെയ്യും. അപ്പൊ നമ്മൾ ഇത് വിജയിച്ചെന്നാൽ രക്ഷപ്പെട്ടു. അപ്പൊ കൂടാതെ നമ്മുടെ കോവയ്ക്ക അച്ചാറിനെ തണുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇച്ചിരി വിനാഗിരി ഒഴിക്കാം അല്ലേ? അപ്പൊ അങ്ങനെ വിനാഗിരി ഒഴിച്ചോണ്ടിരിക്കുകയാണ്. കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടാ. എങ്ങനെ ഉണ്ടെന്നൊക്കെ നമുക്ക് നോക്കിയിട്ടൊക്കെ ബാക്കി ഒഴിച്ചാൽ പോലെ. ടേസ്റ്റൊക്കെ എന്താ? അപ്പൊ കുഴപ്പമില്ല. അച്ചാറിന്റെ ഒക്കെ രൂപത്തിലായിട്ടുണ്ട്. അതെ അതെ, അത് കൊള്ളാം. നല്ല ഇതാണ്, നല്ല സ്മെല്ലൊക്കെ അടിക്കുന്നുണ്ട് കണ്ട. സൂപ്പർ അച്ചാറാണ്. സൂപ്പർ സാധനമായിരിക്കും. നമുക്കിതൊന്ന് രുചിച്ച് നോക്കണ്ട എങ്ങനെ ഉണ്ട്. പിന്നെ ആദ്യമായിട്ട് ഇണക്കിയതല്ലേ? അപ്പൊ നമുക്ക് ഇച്ചിരി എടുത്ത് നോക്കാം. ശരണ്യ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കുക. അതിൽ നിന്നൊരു പീസ് എടുത്ത് കുഴപ്പമില്ല. അത്യാവശ്യം ചോറിൻ്റെ കൂടെയൊക്കെ. എന്ത് പറ്റി? എരിവ് കയറിയ? അത്യാവശ്യം ചോറിൻ്റെ കൂടെ കഴിക്കാം. ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല. ഇതിന്റെ കോവയ്ക്കാട് പ്രത്യേകത. ഞാൻ നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല, നല്ലതാ. ശരണ്യക്ക് കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല. അപ്പൊ കൂട്ടുകാരെ ഇതുപോലെ നമ്മളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ കൂട്ടുകാരെ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ വീഡിയോ. ഇതുപോലെ നിങ്ങളും ഒക്കെ കോവയ്ക്കായൊക്കെ വെറുതെ കളയണ്ട, അച്ചാറിടാം. അപ്പൊ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ കൂട്ടുകാരെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾക്കും സുഖം. എല്ലാ സ്ഥലത്തും മഴയുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പം ഞങ്ങൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.